ഈ എമ്പുരാൻ സിനിമയ്ക്ക് പിന്നാലെ മോഹൻലാലിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് ചർച്ച മുഴുവൻ. അദ്ദേഹത്തിന് നട്ടലില്ല, അദ്ദേഹത്തിന് ഈ ചില ധൈര്യമില്ലാത്ത മനുഷ്യനാണ് എന്ന രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് സാറിൻ്റെ സീനിയറായിരുന്നു MG കോളേജിൽ മോഹൻലാൽ. ആ MG കോളേജിലെ മോഹൻലാലിനെ ഇപ്പോൾ എങ്ങനെ ഓർക്കുന്നു? അന്നത്തെ ആ ഫേസ് കണ്ടാൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ സിനിമയിൽ ഇത്രയും ആളായെന്ന് തോന്നിപ്പോകും. രൂപം വേറൊന്നായിരുന്നേ. ഇരു ചെവികളും മറച്ച് മുടി നീട്ടി വളർത്തി അന്ന് അങ്ങനെ ആയിരുന്നല്ലോ എല്ലാ ആൾക്കാരും. അല്ലാതെ ഈ തരത്തിൽ മുടി വെട്ടി വന്നു കഴിഞ്ഞാൽ ഇവനെ എന്തോ ഒരു വിചിത്ര ജീവിയായിട്ട് കാണുമെന്നുള്ളതാണ് മോഹൻലാലിന്. ഈ സൗന്ദര്യമൊന്നും ആ കാലത്തില്ല. ഇല്ലില്ല. മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ നമ്മളൊരാളെ അങ്ങനെ പരിഹസിക്കാൻ പാടില്ല. ഒരു വല്ലാത്ത രൂപത്തിലായിരുന്നു. അന്ന് കോളേജിലൊക്കെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. അതിപ്പോൾ ഞാൻ ഏതായാലും പറയുന്നില്ല, കാരണം അത് കൂടുതൽ അതെ പരസ്യമാക്കണ്ട. ഇപ്പോൾ പലരും പറയും പിന്നെ അസൂയ കൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന്. കോളേജിലൊന്നും ഉള്ള കാര്യം പറയാമല്ലോ, വരാറില്ല കേട്ടോ. വരും, വല്ലപ്പോഴും വരും. ഇവർ പൂജപ്പുരയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരൊരു വമ്പൻ ടീമുണ്ട്. പ്രിയദർശൻ, അശോക് കുമാർ എന്ന് പറഞ്ഞാൽ അന്ന് വിജയ് സ്കൂട്ടറിൻ്റെ ഏജൻസിയാണ് അവരുടെ വീട്ടുകാർക്ക്. വിജയ് എന്ന് പറയുന്നൊരു സ്കൂട്ടറുണ്ടായിരുന്നു, അന്നത്തെ വലിയ ഹരമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ടീമുണ്ട്. ഇത്തിരി പൈസക്കാരാണ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ സ്റ്റുഡൻസ് ഉള്ള ബസ്സിൽ കയറി തിരുമലയിൽ നിന്ന് നാലാഞ്ചിറ വരെ ഉള്ള സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള ബസ്സുണ്ട്. അതിലെങ്ങാനും ചിലപ്പോൾ കാണാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോളേജ് ക്ലാസ്സൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഒരു SD ബൈക്ക് 80കളിലാണ് എരപ്പിച്ച് വരുന്നത് കേൾക്കാം. അപ്പോഴേ എല്ലാവരും പറയും മറ്റേ അവൻ വരികയാണ് കേട്ടോ, ആ പേരോടുകൂടി പറയും. എന്നിട്ട് കോളേജിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു 3-4 റൗണ്ട് ഇട്ട് ഓടിക്കും. വലിയ അത് റേസ് ചെയ്ത് വലിയ ബഹളത്തിൽ. 80കളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കുള്ളത് എത്ര പേർക്കുണ്ട്? അന്ന് SD ബൈക്കാണ്. ഇന്നതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് വലിയ ബഹളമൊക്കെ കാണിച്ച് പിന്നെ അവിടെ ക്യാമ്പസിനകത്തന്ന് ഒരുപാട് പട്ടികളുണ്ട്. അതിനെയൊക്കെ കല്ലെടുത്തെറിഞ്ഞ് അതിൻ്റെ പിന്നാലെയൊക്കെ പോയി കുറേ കഴിയുമ്പോൾ അങ്ങ് പോകും. പിന്നെ വന്നിട്ട് ഇവിടെ ഈ നമ്മുടെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിനോട് ചേർന്നുള്ള ജംഗ്ഷൻ, സ്പെൻസർ ജംഗ്ഷനിലൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അവിടെ കാണും. അപ്പോൾ പ്രിയദർശനുമൊക്കെ അവിടെ എത്തും. പ്രിയദർശന്, ഈ പറഞ്ഞ അശോക് കുമാർ, വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അതുപോലെ സന്തോഷ്, വില്ലൻ സന്തോഷ് ഒക്കെ MG കോളേജിലെ അതേ കാലത്തെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് പിന്നെ അത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കാണും. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നമ്മുടെ ഇന്നിപ്പം സമര പന്തലുണ്ടല്ലോ, അതിൻ്റെ അരമതിൽ അങ്ങനെ ഇരിക്കും. അന്നൊക്കെ ഷർട്ട് ഇവിടെ വരെ ഓപ്പൺ ചെയ്തിട്ടിരിക്കും. ഒരു താഴേന്ന് 2 ബട്ടൺസൊക്കെ കാണത്തുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ബനിയനൊന്നും ഇടത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ അതുവഴി പോകുന്നവരെയൊക്കെ അന്ന് ഈ മാഞ്ഞാലിക്കുളം റോഡിൽ ധാരാളം പാരലൽ കോളേജുണ്ട്. ഔവർ കോളേജ്, ശങ്കേഴ്സ്, വിക്ടറി, മേനോൻ ആൻഡ് കൃഷ്ണൻ. പാരൽ കോളേജ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ വിട്ട് വരുമ്പോൾ ഒരു പിന്നെ റോഡ് നിറയെ ഈ പെൺകുട്ടികളാണ്. ഇന്നത്തെ പോലെ ആർക്കും 2 വീലറൊന്നുമില്ല. അത് മുഴുവൻ ഇങ്ങനെ റോഡ് കവിഞ്ഞ് നിറഞ്ഞിങ്ങ് സ്റ്റാച്യുവിൽ വന്ന് വേണം ബസ് കയറി പല വഴികളിൽ കോളേജുകളിലും ഒക്കെ പോകാനായിട്ട്. അന്നത്തെ കാലത്ത് പെൺകുട്ടികളുമൊക്കെ ഈ ബെൽബോട്ടം പാൻസൊക്കെ ധരിച്ച്, അന്നത്തെ കാലത്ത് ബെൽബോട്ടം പാൻസാണ്. താഴെ 30-32ഒക്കെയാണ്. നമ്മുടെ കോർപ്പറേഷൻ്റെ ജോലിയും കൂടാണ്. തറയൊക്കെ തൂത്ത് വൃത്തിയാക്കി പോകും. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഈ പിന്നെ ഇന്നത്തെ പോലൊന്നും അല്ലല്ലോ, കമൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കും പെൺകുട്ടികളെ. മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും. അപ്പോൾ അന്നേ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. പഞ്ചാര അടിക്കുക എന്ന് പറഞ്ഞിട്ട്. പിന്നെ അന്നത്തെ കാലത്തൊരു പ്രയോഗമുണ്ട്, വാറ്റുക എന്ന് പറയും. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെ മഞ്ഞാലിക്കുളം റോഡിൻ്റെ ആ ഒരു 4 കൂടുന്ന ജംഗ്ഷൻ തന്നെ അറിയപ്പെട്ടിരുന്നത് വാറ്റുമുക്ക എന്നാണ്. പിന്നെ ഇന്നത്തെ പോലെ പെൺകുട്ടികളൊന്നും തിരിച്ചു ചോദിക്കത്തില്ലല്ലോ. എല്ലാം കേട്ട് ചിലർ മുഖം കറുപ്പിച്ചു പോകും, ചിലർ ചിരിച്ചൊക്കെ പോകും. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആധിപത്യമായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഒരു കാറ്റഗറി തന്നെയായിരുന്നു മോഹൻലാൽ എന്നുള്ളതാണ്. ഇപ്പം പഴയകാല ചരിത്രമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കോളേജിൽ അങ്ങ് നടനായിട്ട് വന്നു, ഞാനങ്ങ് മാക്ബത്തായിട്ട് അഭിനയിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഡങ്കനായിട്ട് അഭിനയിച്ചു എന്നൊക്കെ വേണേൽ പറയാം. അതൊക്കെ വെറുതെ ഈ പഴയകാല ചരിത്രം കുറേ പ്രശസ്തനായി കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, അല്ലാതൊന്നും അല്ലെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ സിനിമാ മോഹം എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്തെ
അഭിനയം അറിയാവുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ കോളേജിൽ എങ്ങനെ രാഷ്ട്രീയ പാർട്ടിയെ എല്ലാം ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതാണ് ഏതിലോ ഇന്റർവ്യൂ. അന്ന് കോളേജിലെ SFIക്കാരനായിരുന്നു, ഒരു മണ്ണാങ്കട്ടയല്ല. അതിന് കോളേജ് വന്നിട്ട് വേണ്ടേ? കോളേജിലെ ശ്രീത്തെ വല്ലപ്പോഴും വരികയുള്ളൂ. തിരുമലയിൽ നിന്ന് ഒരു 4-5 ബസ് ഉണ്ടായിരുന്നു, അതിൽ ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം കാണാം. കയറിയാലോ അതിലിരുന്ന് ഇങ്ങനെ. അല്ല, അപ്പോൾ അത് തെറ്റായ വിവരമാണോ? SFI പ്രവർത്തകരാണ് SFIക്ക് വേണ്ടി. ചിലപ്പോൾ SFIയുടെ ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാകാം. അല്ലാതെ SFIക്ക് വേണ്ടിയിട്ട് അവിടെ വന്നൊരു മുദ്രാവാക്യം വിളിക്കുകയോ ഇലക്ഷൻ കോളേജ് യൂണിയൻ ഇലക്ഷൻ ഉണ്ട് അതിലൊന്നും പങ്കെടുത്തതായിട്ട് നമ്മൾക്കറിവില്ല. ഞാനൊക്കെ അവിടെ കോളേജിൽ SFIക്ക് വേണ്ടി പ്രവർത്തിച്ച SFIയുടെ സംസ്കാര എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഞാൻ ഇരുന്നിട്ടുള്ളതാണ്. പിന്നെ അങ്ങനെ SFI വലിയ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ പിന്നെ AVP ആയിരുന്നു, അതും തെറ്റാണല്ലോ. ഈ മോഹൻലാൽ അങ്ങനെ ഒന്നിലും ഇല്ലായിരുന്നേ. കോളേജിൽ പോലും ക്ലാസ്സുകളിൽ പോലും റെഗുലർ അല്ലാത്ത ഒരാൾ അവിടെ എന്ത് രാഷ്ട്രീയം കളിക്കാനാണ്? സാധാരണ കുറച്ച് പേരുണ്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽപ്പെട്ട അതിന് കോളേജിനകത്തൊന്നും കയറാതെ ക്യാമ്പസിനകത്ത് നിന്ന് രാഷ്ട്രീയ യൂണിറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇത് അതുപോലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ വല്ലപ്പോഴും വരും. അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലാണ് ഡ്യൂട്ടി, അവിടെയാണ് ജോലിയുള്ളത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ SD ബൈക്കാണ് ഇത്. അന്നത്തെ കാലത്ത് വലിയ സംഭവമല്ലേ ഇത് എരപ്പിച്ച് വരികയാണ്. അപ്പോൾ ക്യാമ്പസിൽ മുഴുവൻ അറിഞ്ഞു ഇന്ന ആൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ബസ്സിൽ കയറിയാലോ ഇങ്ങനെ ഈ പെൺകുട്ടികളുടെ അടുക്കലൊക്കെ നിന്ന് ഇങ്ങനെ ഷൂൾ അടിക്കുക എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ അടിച്ച് ഇങ്ങനെ ഒരു തരം ഒന്ന് കറങ്ങി ഒക്കെ നിൽക്കുന്ന സ്വഭാവമായിരുന്നു. നമ്മൾ ഇത്രയും പറയുമ്പോഴേ ചിലർ പറയും തനിക്കെന്താണോ ആകാത്തത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. പിന്നെ ഇവർക്ക് ഈ പൈസയുള്ള ഒരു ടീമായതുകൊണ്ട് ഇവർക്കൊക്കെ ഈ സിനിമാ ബന്ധങ്ങളായിരുന്നു. ഈ പൂജപ്പുര കേന്ദ്രീകരിച്ച് കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ സിനിമാക്കാരനാകണമെന്നൊക്കെ പറഞ്ഞ് നടന്നതാണ്. മദിരാശിയാണല്ലോ സിനിമയുടെ കേന്ദ്രം, നേരെ അങ്ങോട്ടേക്കാണല്ലോ എല്ലാവരും വണ്ടി കയറുന്നത്. അന്ന് പുള്ളി പിന്നെ അവിടെ ഏതോ ഒരു സിനിമ ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അന്ന് ഈ സത്യൻ ഇരുന്ന കസേരയിൽ കയറിയിരുന്നു പുള്ളി മോഹൻലാൽ. ഒരിക്കൽ ഞാൻ ഈ സിംഹാസനം കീഴടക്കും എന്ന് പറഞ്ഞു. ശരിയാണ്, ആ സിംഹാസനം കീഴടക്കി. സത്യനായിരുന്നു അന്നത്തെ അഭിനയ ചക്രവർത്തി എന്നുള്ളതാണ്. അത് നമ്മളൊന്നും എതിര് പറയുന്നില്ല, ശരിയാണ്, നല്ല നടനാണ്, ഒക്കെയാണ് അല്ലേ. അതിനകത്ത് ഇപ്പോൾ ശ്രീയത്തിനും അതിനകത്ത് എതിരഭിപ്രായം ഒന്നുമില്ല. പിന്നീട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, ഇയാൾ വലിയ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായി മാറി അഭിനയത്തിന് വേണ്ടി. ഇപ്പോൾ ഷാജി എൻ കരുൺ പറഞ്ഞിട്ടുണ്ട്, വാനപ്രസ്ഥ എന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെ വളരെ അതിനകത്ത് കഥകളി നടനല്ലേ, അങ്ങ് മാറിയെന്ന് പറഞ്ഞു. ശരീരത്തെ തന്നെ അങ്ങ് മാറ്റി എടുത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ്. നല്ല ഫ്ലെക്സിബിളാക്കി മാറ്റി എന്നുള്ളതാണ്. അതുപോലെ പിന്നെ കമലദളം കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതാണല്ലോ, ഒരു ഡാൻസ് അധ്യാപകൻ്റെ റോളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളങ്ങ് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തനിക്ക് ഉയർച്ചയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം. അതെ. പക്ഷേ ഇപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? ഇവിടെ രാഷ്ട്രീയം മാറ്റി കളിക്കുക എന്നുള്ളതാണ്. ഇവർ പിന്നെ അങ്ങ് സിനിമാക്കാരുടെ ഇടയിൽ പിന്നെ വേറൊരു, ഇപ്പോഴല്ലേ നമുക്ക് സിനിമാക്കാരുടെ ഇടയിൽ ഒരു ലോകം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കും സമീപിക്കാമെന്ന് പറഞ്ഞു. പണ്ട് അങ്ങനെയല്ലെന്നേ, നമ്പർ 1 അഹങ്കാരികളല്ലേ. ഇവരുടെ വിചാരം ഇവരെങ്ങ ദന്തഗോപുരത്തിലിരിക്കുന്നതാണ്. ഈ പാവം പിടിച്ച ഇവിടുത്തെ പിന്നെ സാധാരണക്കാരൻ അവൻ്റെ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം കൊണ്ട് തിയേറ്ററിൽ കൊടുത്തു കഴിയുമ്പോഴാണല്ലോ ഇവരൊക്കെ ആളായി തിന്നുകൊഴുത്ത് കയറി വരുന്നത്. പിന്നെ ഇവരൊക്കെ വലിയ ആളായിട്ടാണ് ഈ നക്ഷത്രങ്ങളെപ്പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇവർ പിന്നീട് കാര്യങ്ങളൊക്കെ അങ്ങ് മാറിയില്ലേ. നമുക്കിപ്പം ആർക്കും ആരെക്കുറിച്ചും സമീപിക്കാവുന്ന, ആരുടെ അടുക്കലും സമീപിക്കാവുന്ന ഒരു രീതിയിലായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നീട് വലിയൊരു അധ്വാനത്തിലൂടെയൊക്കെ വന്ന് കാര്യങ്ങളങ്ങ് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. പല പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ രൂപവും ഭാവവും അങ്ങ് മാറി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മോഹൻലാലിനെ ഇപ്പുറം പലരും ഓർക്കുന്നുണ്ടാകും. ആ രൂപവും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വില്ലനായിരുന്നു അതിനകത്ത് സംവിധായകന് വേണ്ടത്. അത് മോഹൻലാൽ കൊടുത്തു എന്നുള്ളതാണ്.
പക്ഷേ കോളേജിലെ രൂപം ഇപ്പോഴും 80കളിൽ ഞങ്ങൾ ആ ബാച്ചിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പലരും പറയുകയും ചെയ്യാറുണ്ട്. അതെ അതെ, ആ പേര് സഹിതം. അത് നമ്മൾ അത്രയും പരസ്യമാക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയം വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ സിനിമയിൽ കുറേ ഹുങ്ക് കാണിച്ചതാണ്. തിലകനെയൊക്കെ ഒതുക്കിയില്ലേ? സുകുമാർ അഴീക്കോടുമായിട്ട് വലിയ മത്സരം തന്നെ ഉണ്ടായി. അവസാനം സുകുമാർ അഴീക്കോട് ദേഷ്യപ്പെട്ട് പറഞ്ഞത് മലയാള സിനിമയ്ക്ക് അമ്മയുണ്ടായിരിക്കും, AMM അമ്മയുണ്ട്, പക്ഷേ അച്ഛനില്ലാത്ത ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് തന്തയില്ലാത്തതിൻ്റെ ഒരു കുറവെന്നാണ് അഴീക്കോട് പറഞ്ഞത്.